എല്ലാവർക്കും നമസ്കാരം. ഈ ഓൾഡ് ഏജ് ഹോമുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യാവോ? ഓൾഡ് ഏജ് ഹോമുകൾ നമ്മുടെ നാട്ടിൽ ആവശ്യമാണോ അതോ ആവശ്യമില്ലാത്തതാണോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യൂ, അറിയാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അമൃത സുരേഷും അഭിരാമി സുരേഷും അവരുടെ അച്ഛനെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് തള്ളി എന്ന് പറയുന്നൊരു വാർത്ത. അത് വരാനുള്ള കാരണം കഴിഞ്ഞ ദിവസം 24 തമ്മിൽ എന്ന പ്രോഗ്രാമിൽ ശ്രീകണ്ഠൻ നായർ സാർ നടത്തുന്ന പ്രോഗ്രാമാണ്. അതിനകത്ത് ഒരു വ്യക്തി വന്നിട്ട് സംസാരിച്ച ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ഒരു ആരോപണം ഇവരുടെ വീഡിയോകളുടെയൊക്കെ താഴെ, ഈ അമൃതയുടെ ആയിക്കോട്ടെ അഭിരാമിയുടെ ആയിക്കോട്ടെ, ഇവരുടെ വീഡിയോയുടെ താഴെ, വീഡിയോകൾ അവർ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ വന്നിട്ട് സ്വന്തം അച്ഛനെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ തള്ളിയവരല്ലേ നിങ്ങൾ എന്ന രീതിക്കുള്ള കമൻറ്റുകൾ വന്നു തുടങ്ങി. ഈ കമൻറ്റുകൾ വന്നത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വിഷമം ഉണ്ടാവുമല്ലോ. അമൃതയ്ക്ക് വിഷമം ഉണ്ടാവും, അഭിരാമിക്ക് വിഷമം ഉണ്ടാവും, അവരുടെ കുടുംബത്തിന് വിഷമം ഉണ്ടാവും, സുഹൃത്തുക്കൾക്ക് വിഷമം ഉണ്ടാവും, എല്ലാവർക്കും വളരെയധികം വിഷമം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ബാലയും അമൃതയും തമ്മിലുള്ള ഇഷ്യൂ നടക്കുന്ന സമയത്ത് അമൃതേനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ വന്നിട്ട് വിമർശിക്കുന്നതെന്നും കൂടെ ചിന്തിക്കണം. അപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വന്ന് തിരുത്താറുണ്ട്. അത് പറയണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യൻ പറഞ്ഞ കാര്യത്തെ പബ്ലിക്ക് വേറെ ലെവലിലാണ് മനസ്സിലാക്കിയത്. ഇവിടെ ഈ മനുഷ്യൻ, ഇദ്ദേഹത്തിൻ്റെ പേര് അനിൽ ജോസ് എന്നാണ്, ഇദ്ദേഹം പറയുന്ന കാര്യം വേറൊരു രീതിയിലാണ് ആൾക്കാർ മനസ്സിലാക്കിയത്. അതിൻ്റെ പേരിലാണ് ഈ അമൃതയുടെയും അഭിരാമിയുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ആൾക്കാർ പൊങ്കാലിട്ടത്, തെറി വിളിച്ചത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ 24 വന്ന തമ്മിൽ പ്രോഗ്രാമിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇപ്പോൾ പല ആൾക്കാരും നമ്മുടെ വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 100K അടിക്കാൻ പറ്റും. നമുക്ക് എത്രയും പെട്ടെന്ന് ആ 100K അടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങൾ കൂടെ നിന്ന് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ഡൊണേഷൻ സ്വീകരിക്കില്ല, ഒരു പൈസയും വാങ്ങില്ല. പിന്നെ എങ്ങനെയാ ചെലവ് മീറ്റ് ചെയ്യുന്നത്? അവിടെ ഒരു കമ്മ്യൂൺ ഉണ്ട്, കമ്മ്യൂൺ എന്നാ പറയാ. അവിടെ ആണ് പെണ്ണ് വൈറ്റിലേക്ക് എത്ര പേരുണ്ട് ഇപ്പോ? ഇന്ന് നോക്കുകയാണെങ്കിൽ 12 പേര്. ആണ്, പെണ്ണ്, ട്രാൻസ്, സിംഗിൾ പേരന്റ്, ലിവിങ് ടുഗദർ, LGBT, സീനിയർ സിറ്റിസൺ, മാരീഡ്, ഡൈവോഴ്സ്ഡ്, ഡിസേബിൾഡ്, കുഞ്ഞുങ്ങൾ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് മനുഷ്യന്മാരുടെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ചാണ് താമസിക്കുക. അവിടുത്തെ 4 കണ്ടീഷൻസാ പറയുന്നത്. ഒന്ന്, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെ നമ്മുടെ കൂടെയുള്ള ശരീരത്തിന് ഹാനികരമായ എന്തെങ്കിലും ശീലമുള്ളവർക്ക് താമസ സൗകര്യം ഇല്ല. മയക്കുമരുന്ന്, പുകവലി, അത്തരം ശീലമുള്ളവർക്ക്, അത് ഉപയോഗിച്ചു തരാനല്ല, ആ ശീലമുള്ളവർ നമ്മളോട് എടുക്കില്ല. രണ്ടാമത്തെ കാര്യം, സ്വന്തം ചെലവെടുക്കണം. മൂന്നാമത്തെ കാര്യം, പാലിയേറ്റീവ് കെയർ ഇല്ല, നമുക്കുള്ള സംവിധാനമില്ല, സ്വന്തം കാര്യം നോക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അതേസമയം ഇതിനു മുമ്പ് MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ് 8 മാസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ട്. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയതിനു ശേഷമാണ് അദ്ദേഹം മരിച്ചത്. അപ്പം ഇങ്ങനെ കുറെ അദ്ദേഹമാണ് വളരെ ഫേമസ് ആയ ആർട്ടിസ്റ്റ്. മകള് ആ പ്രോഗ്രാം വഴി വന്ന ഫേമസ് ആയതാണ്. അതർവൈസ് ബോൺ ആയിട്ടുള്ള ടാലന്റ് ഉള്ള അദ്ദേഹത്തിനാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പ്രോഗ്രാമൊക്കെ പിന്നെ പോയിക്കൊണ്ടിരുന്നത്. ഇദ്ദേഹം പറഞ്ഞ ഈ സുരേഷ് എന്ന് പറയുന്ന അദ്ദേഹമാണ് അമൃത സുരേഷിന്റെ അച്ഛൻ. അപ്പൊ ഇവരുടെ കമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ട്. അതായത് ഒരുപാട് ആൾക്കാർ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം. അവിടെ ഇദ്ദേഹം പറഞ്ഞ പ്രകാരമാണെങ്കിൽ അപ്പനാണ് കാശ് ചിലവാക്കേണ്ടത്, പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് അവർ വെക്കുന്നുണ്ട്. അതൊരിക്കലും ഒരു ഓൾഡ് ഏജ് ഹോം അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം ആർക്ക് വേണമെങ്കിലും അവിടെ പോയി താമസിക്കാം, ആ ആഗ്രഹം കഴിയുമ്പോൾ വേണമെങ്കിൽ മാറിപ്പോവാം, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അതൊരു ഓൾഡ് ഏജ് ഹോം അല്ല. അമൃതയോ അഭിരാമിയോ അല്ല അദ്ദേഹത്തെ അവിടെ കൊണ്ട് വിട്ടതും. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സുരേഷ് എന്ന് പറയുന്ന അമൃത സുരേഷിൻ്റെയും അഭിരാമിയുടെയും അച്ഛൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാലത്ത് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ പോയി താമസിക്കുകയും ഒരുതരം ലോഡ്ജിങ് ഫെസിലിറ്റി പോലെയാണ്. ഈ പറയുന്ന അനിൽ ജോസ് എന്ന് പറയുന്ന ഈ വ്യക്തി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നമുക്കതും കേൾക്കാം. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അതൊരു ലോഡ്ജിങ് ഫെസിലിറ്റി പോലെയാണ്. ആവശ്യമുള്ള അത്രയും കാലം താമസിക്കാം, അവിടുന്ന് പുറത്തേക്ക് പോകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒപ്പം ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ആൾക്കാർ അത് അവിടെ അവതരിപ്പിക്കുന്നു, അവർ എൻജോയ് ചെയ്യുന്നു.
ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു താമസ സ്ഥലം എന്നതാണ് ഈ കമ്മ്യൂൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഓൾഡ് ഏജ് ഹോമോ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമൊന്നല്ല അവിടെ താമസിക്കുന്നത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി സോഷ്യൽ മീഡിയ മുഴുവൻ ഒന്നടങ്കം അഭിരാമിയുടെയും അമൃതയുടെയും പോസ്റ്റുകളുടെയും അവരുടെ വീഡിയോകളിലേക്ക് താഴെ പോയിട്ട് പൊങ്കാലയുടെ അഭിഷേകമായിരുന്നു. വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമൻറ്റുകളാണ് ആൾക്കാർ അയച്ചത്. അനിൽ ജോസ് എന്ന് പറയുന്ന ഈ വ്യക്തി, ഇദ്ദേഹം വന്നിട്ട് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, അദ്ദേഹത്തിന് അത് ഒരുപാട് വിഷമം ഉണ്ടാക്കി. കാര്യം അദ്ദേഹം പറഞ്ഞ വാചകത്തിൽ നിന്നാണല്ലോ അമൃതയ്ക്കും അഭിരാമിക്കും ഇത്രയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹം അതിന് സോറി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമസ്കാരം, ഞാൻ അനിൽ ജോസ് ആണ്. മിത്രകുലം എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കമ്മ്യൂൺ ഉണ്ട് നമുക്കിവിടെ. ആണും പെണ്ണും ട്രാൻസും സിംഗിൾ പേരന്റും ലിവിംഗ് ടൂറും LGBT-യും സീനിയർ സിറ്റിസനും മാരീഡും ഡൈവോഴ്സും ഡിസേബിളും ഒരുമിച്ച് താമസിക്കുന്നത്. ഇത് ഒരു അനാഥാലയമല്ല. ഇവിടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കിയ ആൾക്കാർക്ക് വന്ന് താമസിക്കാനുള്ള ഇടമല്ല. ഇവിടെ എല്ലാത്തിനും മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്ന ഇടമാണ്. ഈ കഴിഞ്ഞ ദിവസം 24 ചാനലിൽ വന്നിരുന്ന പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. തമ്മിൽ എന്ന പ്രോഗ്രാമിനകത്ത് ഞാനും ഉണ്ടായിരുന്നു. അതിനകത്ത് പങ്കെടുത്ത മറ്റെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു അനാഥാലയമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പറയാൻ ശ്രമിച്ചു, അനാഥാലയങ്ങളല്ല വേണ്ടിയത്, പകരം കമ്മ്യൂണുകളാണ്. മനുഷ്യന്മാർ ഒരുമിച്ച് താമസിക്കുന്ന ഇടം. പണ്ട് നമ്മൾ ഗോത്രങ്ങളായിട്ട് താമസിച്ചിരുന്നു, അതിനുശേഷം വലിയ ജോയിന്റ് ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ അണുകുടുംബങ്ങളായി മാറി വന്നവരോട് പലർക്കും പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കുടുംബങ്ങളാകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ വരുന്നവർക്കെല്ലാം താമസിക്കാനുള്ള സ്പേസ് ആയിട്ട് കമ്മ്യൂണൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നാട്ടുകാർക്ക് അറിയുന്ന രണ്ടുപേരുടെ പേര് പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ്, MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ്. അതേപോലെ തന്നെ അമൃത സുരേഷിന്റെ അച്ഛൻ, ഐഡിയ സ്റ്റാർ സിംഗിലെ ഫേമസ് ആയ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം കമ്മ്യൂണായിട്ട് ജീവിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വന്നിരുന്നത്. എബ്രഹാം ലോറൻസ് സാറിനെ ആണെങ്കിൽ ആദ്യത്തെ സ്ട്രോക്ക് കഴിയുമ്പോൾ എനിക്കറിയില്ല, രണ്ടാമത്തെ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നടന്നതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വന്നത്, വർത്താനം പറഞ്ഞത്, സംസാരിച്ച് ബന്ധപ്പെട്ടു. അപ്പോഴത്തേക്കാണ് ഞാനില്ല, ഇങ്ങനെ കമ്മ്യൂണിലാണ് എനിക്ക് താമസിക്കേണ്ടത്, എനിക്കിനി വീടുകളല്ല താമസിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞിട്ട് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ താമസിച്ചത്. അതുപോലെ ഈ സുരേഷ് സാർ, അദ്ദേഹത്തിന്റെ അമ്മയും കൂടെ ആദ്യം വന്നത്, 96 വയസ്സുള്ള അമ്മ. അപ്പം അമൃത മാമിന്റെയും ഇവരൊക്കെ കൂടെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഈ അമ്മ ഒറ്റയ്ക്കായി പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കമ്മ്യൂൺ അന്വേഷിച്ചു വന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ അമ്മ അവിടെ കുറെ കാലം താമസിച്ചു, 1-2 മാസം അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ബൈസ്റ്റാൻഡർ നിർത്തിയിട്ടാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം അമ്മ പോയി കഴിഞ്ഞ ശേഷം സുരേഷ് സാർ ഞങ്ങളുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ട്രസ്റ്റി ആയിട്ട്, നമുക്ക് അതിന്റെ ഫോർമാറ്റ് ട്രസ്റ്റി ആയിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇടയ്ക്ക് വന്ന് താമസിക്കാൻ പറ്റുമോ? കാരണം വെച്ചാൽ ഈ മനുഷ്യന്മാരുടെ കൂടെ ഞങ്ങൾ 10-40 പേരുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഇരുന്ന് ചർച്ച ചെയ്യൽ പരിപാടികളൊക്കെയാണ്. ഓരോരുത്തരുടെ എക്സ്പെൻസ് എടുക്കണം. അവിടെ 4 കണ്ടീഷൻസ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ മദ്യം മയക്കുമരുന്ന് പോലുള്ള ശീലങ്ങളില്ലാത്തവർ, കാരണം വെച്ചാൽ അന്തസ്സോടെ ജീവിക്കുന്ന സമയത്ത് ഇതൊന്നും ആവശ്യമില്ല, ജീവിതം തന്നെയാണ് സ്പിരിറ്റ്. അപ്പം ടൗണിലായതുകൊണ്ട്, പാലാരോട്ടത്തായതുകൊണ്ട് പല സമയത്തും പ്രോഗ്രാം പോകാനൊക്കെ എളുപ്പമാണ്. അപ്പം ഈ സുരേഷ് സാർ വരുന്ന സമയത്തും ഈ അമൃതയോ മറ്റേ അഭിരാമിയോ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, ഇവൻ വൈഫ് പോലും ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. അതിനുശേഷം പ്രോഗ്രാം പോകുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് പല സമയത്തും ഇവിടെ വന്നിട്ട് അച്ഛനെ സുരേഷ് സാറിനെ പിക്ക് ചെയ്താണ് പോകാറുണ്ടായിരുന്നത്. ഇത് അനാഥാലയമല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്പേസ് ആണ്. കേട്ടല്ലോ, ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഒരിക്കലും അമൃതയോ അഭിരാമിയോ തങ്ങളുടെ പിതാവിനെ, തങ്ങളുടെ അച്ഛനെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് തള്ളുകയല്ല ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് താമസിക്കണമെന്ന ആഗ്രഹപ്രകാരം അവിടെ പോയി താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ ചിലവെല്ലാം അദ്ദേഹം തന്നെ നോക്കുകയും അവിടുന്ന് അദ്ദേഹം പ്രോഗ്രാമിന് പോകുന്നതും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതൊന്നും മനസ്സിലാക്കാതെ ഇവരുടെ പോസ്റ്റുകളുടെ താഴെ പോയിട്ട് തെറിയും ഒക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക, സത്യം മറന്നിട്ടാണോ ഇത് ചെയ്യുന്നത്. ഇനി എനിക്ക് ഈ അനിൽ ജോസ് എന്ന് പറയുന്ന വ്യക്തിയോട് പറയാനുള്ളത്, അദ്ദേഹത്തോട് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതൊരു വ്യക്തത ഉണ്ടാവണം. ഇപ്പോൾ ഇദ്ദേഹം ആ ഒരു പ്രോഗ്രാമിൽ ഈ 2 വ്യക്തികൾ, ഇപ്പോൾ സുരേഷ് സാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എബ്രഹാം ജോൺ, അങ്ങനത്തെ പേരാ പറഞ്ഞു തോന്നുന്നു, ആ ഒരു ആളായിക്കോട്ടെ, ഈ 2 പേര് അവിടെ താമസിച്ചിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ പ്രോഗ്രാം എന്ത് പ്രോഗ്രാമാണ്? ഓൾഡ് ഏജ് ഹോമുകളെ കുറിച്ച് പറയുന്ന പ്രോഗ്രാമാണ്. ഓൾഡ് ഏജ് ഹോമുകളെ കുറിച്ച് പറയുന്ന പ്രോഗ്രാമിനകത്ത് ഇങ്ങനൊരു സ്ഥാപനത്തിൽ നിന്നും കമ്മ്യൂൺ എന്താണെന്നൊന്നും ആർക്കും അറിയത്തില്ല. അതറിയാത്ത ആൾക്കാരുടെ മുന്നിൽ അവിടെ ഒരു കമ്മ്യൂണുണ്ട്, അവിടെ വന്ന് താമസിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും അതൊരു ഓൾഡ് ഏജ് ഹോമായിട്ട് മാത്രമേ എല്ലാവരും ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവരോട് വന്ന് ചോദിച്ചത്. ശരിക്കും എനിക്ക് തോന്നുന്നു ബാലയുടെയൊക്കെ വിഷയം നടക്കുന്ന സമയത്ത് അമൃതേനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അമൃതയുടെ അച്ഛൻ തന്നെയാണ്. ആ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവരെപ്പോഴും പറയുന്ന കാര്യം, എൻ്റെ അച്ഛൻ്റെ സപ്പോർട്ട് എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ലായിരുന്ന അമൃത പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അച്ഛനെ കെയർ ചെയ്യുന്നൊരു മകൾ അല്ലെങ്കിൽ മക്കൾ, അവരൊരിക്കലും അച്ഛനെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ തള്ളേണ്ട കാര്യം അവർക്കില്ല, അവരത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്ന ആ ഒരു വാചകം, ഈ 2 വ്യക്തികൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞത്, അതിനെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് ആൾക്കാർ അമൃതേനെയും അഭിരാമിനെയും ചീത്ത പറഞ്ഞു തുടങ്ങി. എനിവേ, ഇപ്പോൾ ആൾക്കാർക്ക് കാര്യം മനസ്സിലാട്ടെന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടി ഇത് പുറത്ത് പോകണം. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഞാൻ പോലും കണ്ടതെന്ന് ഉച്ചയ്ക്കാണ്. അപ്പോൾ എത്ര പേര് കണ്ടു എന്നും നമുക്കറിയത്തില്ല. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഇത് അറിയണം. സോ നിങ്ങൾക്കിത് പറ്റുമെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.